ഇത് മഞ്ഞൾ അവിടുത്തെ അത് പറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ? ഇതുണ്ടല്ലോ, ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഏകാദശിക്ക് പോയില്ലേ, അന്ന് വാങ്ങിയതാട്ടോ. അയ്യപ്പനായിട്ട് കടയില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടോ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വീടിൻ്റെ പിൻഭാഗത്ത് കുറേ മുളകും തയ്യ്, അതുപോലെ കുറച്ച് വഴുതന തയ്യ് ഒക്കെ നിന്നിരുന്നു. അതുപോലെ വെറ്റിലക്കൊടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിറയെ കാടായിട്ട് പുല്ല് പിടിച്ചിട്ടേ. അപ്പോൾ ഇന്നലെ അപ്പുണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പുണ്ണി അവിടെയൊക്കെ ചെത്തി വെടുപ്പാക്കി. കുറേ ചെടികളൊക്കെ പോയി കേട്ടോ. എന്നാലും മുളക് തയ്യൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിപ്പോയിണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഉള്ളവരൊക്കെ എടുത്ത് വെച്ചു. അവിടെ ആകെ വെടുപ്പാക്കിയപ്പോൾ അവിടെ കുറേ സാധനം കിട്ടിയിട്ടോ. എന്താണെന്നറിയും, മഞ്ഞൾ, പിന്നെ മാങ്ങിഞ്ചി. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കൂ. നല്ല പണിയാണ് കേട്ടോ. അവിടെ കണ്ടോ, ഇവിടെ വൃത്തിയാക്കി ഞങ്ങൾ. കണ്ടോ, അടിപൊളിയായില്ലേ? കണ്ടോ, ഇവിടെ നിറയെ പുല്ലായിരുന്നു. പുല്ല് ഇതൊക്കെ ക്ലീനാക്കി ഇവിടെ പുല്ലൊക്കെ കളഞ്ഞു. അത് വഴുതനയ്ക്കൊക്കെ ചാണം വെച്ചു, മണ്ണിട്ടു. പിന്നെ ഇവിടെ ഒരു സാധനം കിട്ടിയില്ല കേട്ടോ. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ മാങ്ങിഞ്ചിയാണ് കേട്ടോ, മാങ്ങിഞ്ചി. പിന്നെ എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഇതാണ് മഞ്ഞൾ. കണ്ട, മഞ്ഞൾ. എന്താ ചേമ്പ്. എന്താ ചേമ്പ് വിത്ത്, മഞ്ഞൾ വിത്ത്. പിന്നെയോ അതൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. മഞ്ഞളിൻ്റെ വേരും മണ്ണൊക്കെ കളയാം. ജയശ്രീ, അത് ഇങ്ങോട്ട് എടുത്തു വയ്ക്കുമോ? മാങ്ങഞ്ചി ഇവിടേക്ക് വെച്ചാൽ മതി കേട്ടോ. നമ്മളിവിടെ വൃത്തിയാക്കിയതാണേ. ഇവിടെ ഈ ഭാഗം വൃത്തിയാക്കിയപ്പോൾ എന്ത് കിട്ടി? മഞ്ഞൾ കിട്ടി. നല്ല ബെസ്റ്റ് മഞ്ഞൾ. എന്താ വലുപ്പമല്ല. എന്താ കാരണം എന്നറിയോ? അത്ര വളമുണ്ടായിരുന്നു ഇവിടെ. പിന്നെ മാങ്ങിഞ്ചി കിട്ടി, ചേമ്പ് വിത്ത് കിട്ടി. അപ്പോൾ നമുക്ക് മഞ്ഞൾ ഉണക്കി പൊടിക്കാം, പിന്നെ മാങ്ങിഞ്ചി അച്ചാർ വയ്ക്കാം. അങ്ങനെ വിചാരിച്ചേക്കണം. സൂപ്പർ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അത് അങ്ങനെ ഉണ്ടാവും. കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കാം. മാങ്ങഞ്ചി ഇവിടെ ഇട്ടോളൂ കേട്ടോ. വിട്ടോളൂ ജയശ്രീ. ഇനി കുറച്ച് നേരം ജയശ്രീ ചെയ്തോളൂ കേട്ടോ. വേരൊക്കെ കളഞ്ഞിട്ട് നമുക്കവിടെ കൊണ്ടുവയ്ക്കാം. നാളെ ഇത് കഴുകി ചെറുതായി എരിഞ്ഞ് വെയിലത്ത് വയ്ക്കാം. പിന്നെ ഇന്ന് ഇത് കണ്ടോ, ചേമ്പ് വിത്ത്. 2 ചേമ്പ് വിത്ത് എടുത്ത് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോവാട്ടോ. മഞ്ഞളുണ്ട്, കായുണ്ട്. ഇന്നിപ്പോൾ ജയശ്രീ വെട്ടിക്കൊണ്ടുവന്ന കായ. കുടപ്പനും ഉണ്ട് അതിൻ്റെ. അത് തോരൻ വയ്ക്കാം. വാഴപ്പൂവ് തോരൻ. ഇതാ കണ്ട, അതെടുക്കാം. 1 2 3 4 എണ്ണം. 3-4 ചേമ്പ് വിത്ത് എടുക്കാം. 2 കായ എടുക്കാം. എടുത്തു കേട്ടോ. ചേമ്പ് ഇതിൻ്റെ തൊലി കളയാം, ചിരണ്ടി കളയാം, ചെത്തിക്കളയാം. ചിരണ്ടുമ്പോൾ നമ്മുടെ മേലേക്ക് തെറിക്കും പശ, അപ്പോൾ ചൊറിയും. അപ്പോൾ ചെത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ തെറിക്കില്ല. ഒരു 2-3 വിത്ത് എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് നമുക്കത് നുറുക്കിയെടുക്കാം കേട്ടോ. കായും അതുപോലെ തന്നെ ആക്കണം. ഇങ്ങനെ നുറുക്കാം. ഉണ്ടോ, നന്നായിട്ട്. അധികം മൂത്തിട്ടില്ല കേട്ടോ. കുറച്ച് ദിവസം കൂടി നിന്നേനെ. പക്ഷെ അവിടെ വെടുപ്പാക്കിയപ്പോഴേ നമ്മളതൊക്കെ പറിച്ച് കളഞ്ഞത് അവിടെ നിന്ന്. അപ്പോൾ കിട്ടിയ വിത്താണ് ഇത്. ഇത് കുറേ കൂടി വലുതാവേണ്ടതാണ്. എന്തായാലും പറിച്ചു നമ്മൾ. അപ്പോൾ അതിനെ കൂട്ടാൻ വയ്ക്കാം. നല്ല രസമുള്ള കൂട്ടാൻ വയ്ക്കാം. നാളികേരൊന്നും ചേർക്കാത്ത ഒരു കൂട്ടാനാട്ടോ. ഇതാ എല്ലാതും ഇങ്ങനെ കഷ്ണങ്ങളാക്കി. ഇതിലേക്ക് കായ ഇടണം. ഇപ്പം നമ്മൾ അവിടെ കൊണ്ടുവച്ച കായെന്ന് 2-3 കായ എടുത്തു കൊണ്ടുവന്നു. ഒരു പേര് അമൃതവാഹിനി എന്നാട്ടോ. ഇത് പഴുത്താൽ നല്ല മധുരമാണ് കേട്ടോ. അത് പഴുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പഴമാണത്. പക്ഷേ കൊടുക്കുമ്പോൾ നമുക്ക് വില കിട്ടില്ല. ഈ കായക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ചില കായകൾ നുറുക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിൽ സാധാരണ കായയുടെ അരി ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കല്ല് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഇല്ല. ഇപ്പോൾ ഈ നുറുക്കണേനില്ല കേട്ടോ, ഒന്നും കണ്ടില്ല.
ഇനി അത് വേറെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇത് താഴണില്ല, കണ്ടോ, കത്തി അങ്ങോട്ട് കയറണില്ല. അവിടെ തടസ്സമായി. കല്ലാണ്, കല്ല് കായയുടെ ഉള്ളിലുണ്ടാവുന്ന കല്ല, കണ്ടോ, 2 കല്ല്. ഇതാ കണ്ടോ, നല്ല ഉറപ്പാ. ശബ്ദം കേൾപ്പിക്കാം കേട്ടോ. നോക്കൂ, ഞാൻ താഴേക്കിടാം. ദേ കണ്ട, അമർത്തുമ്പോൾ ദേ ശബ്ദം കേട്ടില്ലേ? ഇങ്ങനെ എറിയുമ്പോൾ നല്ല സൗണ്ടാണ്. നല്ല ഉറപ്പുള്ള കല്ല. അത് നമ്മൾ ഇത് കറി കിടന്നാലേ കറി കഴിക്കുമ്പോൾ ഇത് കല്ലാന്ന് വിചാരിക്കും ആൾക്കാർ. ഇതെന്താണെന്നറിയില്ല. കണ്ടോ, ഒരു കായലിൽ 3-4 എണ്ണം ഉണ്ട്. അപൂർവം ചില കായലൊന്നുമില്ല കേട്ടോ. ഞാനത് മുഴുവൻ നുറുക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എടാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ പഴം തിന്നുമ്പോൾ നിറയെ കല്ല് കടിക്കും. ഇങ്ങനെ കല്ലല്ല, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുരു ഉണ്ടാവണതാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കണ്ടിട്ടോ? അത് കണ്ടോ, 5 കുരു കിട്ടിയിട്ടുണ്ട്. 6 കുരു കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കടിച്ചു നോക്കിയാലേ, കടിച്ചാൽ പൊട്ടണൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കായ നുറുക്കി, ചേമ്പ് നുറുക്കി കഴുകിയിട്ട് നമുക്കിനിത് കൂട്ടാൻ വയ്ക്കാൻ നോക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു. കുക്കറിലിടാം. പെട്ടെന്നാവാനാ കുക്കറിൽ വെക്കണ്ട. കുക്കറിൽ വെക്കണം എന്നൊന്നുമില്ല, അത് പെട്ടെന്ന് വേവൊക്കെ ചെയ്യും. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇട്ടു മഞ്ഞൾപ്പൊടി. ഉപ്പിട്ടു ആവശ്യത്തിനുള്ളത്. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മതി. അടച്ചു. അടുപ്പത്ത് വെച്ചത് 2 വിസിൽ വരുത്തുക. അപ്പം അത് വെന്തുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ 2 വിസിൽ വന്നു. തുറക്കാം നമുക്ക്. പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടോ. തുറക്കാം. തുറന്നു ഉണ്ടോ? ബസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ. കാരണം നോക്കൂ, വെന്തുണ്ട്. ഇനി ഇത് മോരൊഴിക്കുക, വറുത്തിടുക. അത്രേ ഉള്ളൂ പണി കേട്ടോ. പിന്നെ ചേമ്പുള്ളത് കാരണം നല്ല കൊഴുപ്പുണ്ടായിരിക്കുക. അതുകൊണ്ട് നാളിൽ ഇറക്കിയേ വേണ്ട. 1 ഗ്ലാസ് നല്ല കട്ടി മോരാണ് കേട്ടോ. ഒഴിച്ചു. പുളി നോക്കട്ടെ. പുളി അധികം പുളിയില്ല, കുറച്ചുകൂടി ഒഴിക്കാം. 1.5 ഗ്ലാസ് മോരൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി പതുക്കെ ഒരു തിള വന്നോട്ടെ. പതുക്കെ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടാം. ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നാൽ മതി കേട്ടോ. പതുക്കെ തിള വന്നു കേട്ടോ. ഞാൻ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കാം. നമുക്ക് വറുത്തിടാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. വറുത്തിടാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. നല്ല കറിവേപ്പിലയാണ്. നമ്മുടെ കറിവേപ്പില കേട്ടോ. അതൊക്കെ സ്വന്തം കറിവേപ്പില. അപ്പം നമുക്ക് പാത്രം വെച്ചു. തീ കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, ഉലുവ, മുളക്, കറിവേപ്പില, അത്രയാണല്ലോ. നിങ്ങൾക്ക് എൻ്റെ ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ മക്കളെ? ഇതുണ്ടല്ലോ, ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഏകാദശിക്ക് പോയില്ലേ, അന്ന് വാങ്ങിയതാട്ടോ. അയ്യപ്പൻ നായരുടെ കടയില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടോ. ഒരു ലോക്കറ്റൊക്കെ ഉണ്ട് തിമ്മ. അതിൻ്റെ പേര് ആ മരത്തിൻ്റെ ലോക്കറ്റ്, ഒരു ആൽമരത്തിൻ്റെ. കണ്ടോ, അടിപൊളി, സൂപ്പറാ.
ഈ മരത്തിന് എന്തോ വൈശിഷ്ട്യമുണ്ട് കേട്ടോ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. അതെ, കടുകിട്ടു. അതിന് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഉലുവിട്ടാം, ലേശം ഉലുവിട്ടു. ഇനി വറ്റൽമുളക് 2 ഒരെണ്ണായാലും മതി കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. ഇട്ടു, ലൈറ്റ് ഓഫാക്കി കറിവേപ്പില ഇട്ടു. നമ്മുടെ സൂപ്പർ അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടിച്ചേമ്പ് ഇന്നലെ പറിച്ചപ്പോൾ കിട്ടിയ കണ്ടിച്ചേമ്പ് കൂട്ട കണ്ട. ഇപ്പം നല്ല കട്ടിയായില്ലേ. നാളികേരം ഒഴിക്കണ്ട കേട്ടോ. നാളികേരം വേണ്ട. കുറച്ചും കൂടി കഴിഞ്ഞാൽ തുണിയും കട്ടിയാവും. നല്ല സൂപ്പർ കറി കേട്ടോ. അത് മാത്രം ഉണ്ടായാൽ കഴിക്കാം. ഇതാണ് ഒന്ന്. പിന്നെ നമ്മുടെ അവിയലുണ്ട് കേട്ടോ. ഇതാ അവിയൽ. പിന്നെ നമ്മുടെ കായും പയറും ഉപ്പേരി വെച്ചത്. ഇതന്നത്തെ നമ്മുടെ ആഹാരം. അപ്പം നമ്മളുടെ ഇന്നത്തെ അവിയൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നലെ അവിയലായിരുന്നു. ഇന്ന് അവിയൽ തന്നെ. രാജനെ നല്ല ഇഷ്ടം അവിയൽ. പിന്നെ അവിയൽ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയില്ലേ, എല്ലാ തരം കഷ്ണങ്ങളുള്ള സാധനമാണല്ലോ അവിയൽ. കുമ്പളങ്ങയുണ്ട്, ചേന ഉണ്ടാവും, പിന്നെ എന്താണ് പയറുണ്ടാവും, കായ ഉണ്ടാവും, തക്കാളി, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു സമീകൃത ആഹാരം തന്നെ പറയാം അവിയലിന്. അതുകൊണ്ട് അവിയൽ ഏതാനും വെക്കണം. പിന്നെ കായും പയറും ഉപ്പേരി വെച്ചു, മെഴുക്ക് പറ്റി. അപ്പോഴാണ് നമ്മുടെ ചേമ്പിനെ ഓർത്തത്. അപ്പോൾ ചേമ്പ് ഒരു മോരൊഴിച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ താരം ചേമ്പ് കൂട്ടാനാണ് കേട്ടോ. ഇഷ്ടമായോ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.